എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മോനെ ശഅബാൻ മാസമാണ്, റമളാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. നിസ്കാരത്തിന്റെ വാർഷികം കഴിഞ്ഞ റജബ് 27 കഴിഞ്ഞിരിക്കുകയാണ്. സമയമായടാ മോനെ, മനസ്സും ശരീരവും ശുദ്ധമാക്കേണ്ട മാസമാണ് ശഅബാൻ. റമളാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. വബല്ലിഗ്നാ അല്ലാഹുവേ, റമളാനിലേക്ക് എന്റെ ആയുസ് നീട്ടിത്തരണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ട് കാത്തിരിക്കേണ്ട സമയമാ ചെറുപ്പക്കാരാ. നിസ്കാരവും നല്ല കാര്യങ്ങളും ചെയ്യേണ്ട സമയമാ. ഒരുങ്ങു പൊന്നുമക്കള്, ഒരുങ്ങു പൊന്നുമക്കള്. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം പാഴാക്കാതെ. അല്ലാഹു നിന്നെ പടച്ചിരിക്കുന്നത് തന്നെ ഇബാദത്ത് ചെയ്യാനാ, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനാ പടച്ചിരിക്കുന്നതെന്ന ബോധത്തോടെ എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തൂ. അല്ലാതെ പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നടക്കരുത്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ കാണുമ്പോ വല്ലാത്ത സങ്കടമാണ്. പടച്ചവനെ, എന്തൊക്കെ പേക്കൂത്തുകളാ കാണിക്കുന്നതെന്നറിയോ? സങ്കടം തോന്നും സഹോദരാ, സങ്കടം തോന്നുന്ന പല വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചവനെ, ഞങ്ങളുടെ കേരളത്തിലൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര്, മഹാന്മാര്, അവരെ അള്ളാഹു ആദരിച്ചവരാ, അള്ളാഹു ബഹുമാനിച്ചവരാ. അവനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു അവരെ കുറിച്ച് തന്നെ ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. ഔലിയാക്കന്മാർ ആരാണെന്ന് പറയുമ്പോ ഇന്ന് പടച്ചവനെ നടക്കുന്ന പല ഉറൂസുകളും പല നേർച്ചകളും സഹിക്കാൻ കഴിയാത്തതാ. ആ മക്കാമിനകത്ത് കിടക്കുന്ന മഹാരഥന്മാരായ ഔലിയാക്കന്മാരെ പോലും കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ, പടച്ചവനെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാ നടക്കുന്നത്. പടച്ചവനെ, കേരളത്തിൽ പല പല അതാ മക്കാമുകളിലും നേർച്ചകളെന്ന് പറഞ്ഞ് എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുവന്ന് ആന വരണ്ടിട്ട് അവസാനം പാപ്പാനയുൾപ്പെടെ ചവിട്ടിക്കൊല്ലുന്ന വാർത്തകൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാ. പടച്ചവനെ, പറയാൻ ആരുമില്ല, പ്രതികരിക്കാൻ ആരുമില്ല. ഇത് പാപമാണെന്ന് പറയാനെന്ന് പലരും തയ്യാറാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഏത് ഔലിയാ സഹോദരാ, ഏതു മക്കാമിനകത്ത് കിടക്കുന്ന ഔലിയാ ആണ്, ഏതു വലിയാണ് ഇതുപോലെയുള്ള പേക്കൂത്തുകൾ ആഗ്രഹിക്കുന്നത്, ഇതുപോലെ ചെയ്യാൻ പറയുന്നത്? സഹോദരാ, അധപ്പതനത്തിന്റെ അടിത്തട്ടിലൂടെ ഗാനമേളകൾ നടത്തുന്നില്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഉറൂസില് അതാ പറയാൻ കാത്തിരിക്കുന്നവന് പറഞ്ഞുകൂടെ പറയാൻ അവസരം കൊടുക്കുന്നത് പോലെ, കളിയാക്കാൻ കാത്തിരിക്കുന്നവന് പരിഹസിക്കാൻ അവസരം കൊടുക്കുന്നത് പോലെ, പടച്ചവനെ, എന്തെല്ലാം അനാചാരങ്ങളാണ്, എന്തെല്ലാം പേക്കൂത്തുകളാണ്. അവസാനം ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളത്ത് നടത്തിയിട്ട് ആരെ വരണ്ടിട്ട് ചവിട്ടി കൊല്ലുന്ന വീടിയാണ് സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവര്, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെറുപ്പക്കാര് നടത്തുന്നത്. ഇവിടെയൊക്കെ നാട്ടില് പത്രം എടുത്തു നോക്കിയാൽ കാണാം, മഹാന്മാരുടെ ഉറൂസിന് ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളത്ത് നടത്തിയിട്ട് ആനയ്ക്ക് ഹാലുള്ള വീട്ട് ചവിട്ടിക്കൊല്ല. എങ്ങനെ ഇടകാതിരിക്കും? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ ഒന്നും ഇല്ല അല്ലേ? അൽഹംദുലില്ലാഹ്, അല്ല, അത്ര സന്തോഷം. ഇവിടെ ആനയ്ക്ക് തന്നെ സഹിക്കണില്ല, എന്നിട്ട് എന്താ ഷഹീദിന്റെ കൂലിയാണോ എന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഭാഗത്ത് അങ്ങനെ, മറുഭാഗത്തോ? ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, പലതും കണ്ടാ സഹിക്കൂല, അതിനെക്കുറിച്ച് ആർക്കും മിണ്ടണ്ട. മറുഭാഗത്താണെങ്കിലോ, ഭ്രാന്തായാൽ എന്ത് രസം, സക്കറാത്തുൽ മൗത്ത് എന്തെന്താ, അങ്ങനെയൊക്കെ ഇപ്പൊ പലരും മറ്റു സൈഡിൽ സൂഫിസം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മറുഭാഗത്ത് നോക്കിയ സൂഫിസം. എല്ലാരും ഇപ്പൊ പാട്ടിന്റെ പുറകില, എല്ലാരും പാട്ട്, അർത്ഥമൊന്നുമില്ല, അങ്ങ് പാട്. എല്ലാരും കൂടെ കലക്കവെള്ളത്തി മീൻ പിടിക്കണ പോലെ ഒരുത്തം പാടിക്കഴിയുമ്പോൾ എല്ലാരും കൂടെ പാട്ടും ബഹളമൊക്കെ. എന്നിട്ട് വല്ലതും പറഞ്ഞാ പറയാ അതൊക്കെ സൂഫിസം, ഉസ്താദിന് അർത്ഥം തിരിയാഞ്ഞിട്ടാണ്. എടാ, ഞങ്ങൾക്ക് അർത്ഥം തിരിഞ്ഞിടാ അങ്ങാതി. എടാ, ഈ സൂഫിസം എന്ന് പറയുന്നത് എന്താ? അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് അള്ളാഹുവിനുള്ള സ്നേഹം അമിതമാകുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഹാല് മാറുന്നേ. ഇവര് പറയുന്നത്, ഒരാൾ അള്ളാഹുവിലേക്ക് അടുത്ത് കഴിയുമ്പോൾ പിന്നെ അവന് നിസ്കാരമില്ല, അവന് നോമ്പില്ല, അവന് ഹജ്ജില്ല, അവനൊന്നുമില്ല, പോട്ടെ, ഒന്നുമില്ല. എന്നാൽ ലോകത്ത് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹിനെ സ്നേഹിച്ചതുപോലെ എന്തായാലും ലോകത്താരും സ്നേഹിച്ചിട്ടില്ലല്ലോ. ഈ നബിതങ്ങൾക്കുണ്ടായിരുന്നല്ലോ നിസ്കാരം, ഈ നബിതങ്ങൾക്കുണ്ടായിരുന്നല്ലോ ഹജ്ജ്, ഈ നബിതങ്ങൾക്കുണ്ടായിരുന്നല്ലോ നോമ്പ്. ഈ പറയുന്ന എത്രയോ സ്വഹാബത്ത് ഖുലഫാഉർ റാഷിദീൻ ഉൾപ്പെടെ ലോകത്ത് എത്രയോ സ്വഹാബത്ത് കടന്നു വന്നു. ഇവർ അള്ളാഹിനെ മനസ്സിലാക്കിയില്ലേ? എന്തിനാ സഹോദരൻ, നമ്മൾ എത്രയോ പണ്ഡിതന്മാരും മഹത്തുക്കൾ സൂഫികളായി എത്രയോ അല്ലേ? നിങ്ങൾ മിത്തബൽ ജബ്ബാർ ഉസ്താദിനെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഞങ്ങളെ കത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള എത്രയോ മഹത്തുക്കളായ പണ്ഡിതന്മാർ. പാട്ട് പാടാൻ എല്ലാവർക്കും പറ്റുമടോ. പാടുന്നവൻ്റെ മനസ്സെന്താന്ന് അള്ളാഹിനെ അറിയൂ. ചിലപ്പോൾ അവൻ സൂഫിയായിരിക്കും, സൂഫിസം തലയ്ക്ക് പിടിച്ച ആളായിരിക്കും. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. പക്ഷേ നീ ചുമ്മാതിങ്ങനെ പാടിക്കൊണ്ട് നടക്കുമ്പോൾ നീ പേടിക്കേണ്ടത് വേണം. അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കുക. ചുമ്മാതിങ്ങനെ പാടി പാടി നടക്കുമ്പോൾ ചില സമയത്ത് ചില വാക്കുകൾ, ഒറ്റ വാക്കു മതി, എപ്പോഴാണ് അള്ളാഹ് സ്വീകരിക്കണമെന്നറിയില്ല, എപ്പോഴാണ് പടച്ചവൻ കേൾക്കണമെന്നറിയില്ല. അതുകൊണ്ട് നബിതങ്ങൾ തന്നെ ദുആ ചെയ്യുമായിരുന്നു, പടച്ചവനെ തല തിരിഞ്ഞു പോകുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. നബിതങ്ങൾ തന്നെ ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചവനെ ഈ ബുദ്ധി നശിച്ചു പോകുന്നൊരവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നബിതങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ഇവിടെ പറയണത് പ്രാന്തായ നല്ല രസമെന്നാണ് പറയണേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ആരെയും വിമർശിച്ചതോ കുറ്റം പറഞ്ഞതോ അല്ല, സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരണം. എന്നിട്ട് അൽഹംദുലില്ലാ ദീനുമായിട്ടെടുക്ക്, പള്ളിയുമായിട്ടെടുക്ക്, നിസ്കാരവുമായിട്ടെടുക്ക്. അൽഹംദുലില്ലാ ഉമറതങ്ങളുടെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഒരു ചങ്ങാതി നിസ്കാരമൊന്നും ഇല്ലാതിരിക്കുക, പറഞ്ഞിട്ട് ബിസ്മില്ലാ പൊക്കോളാൻ പറഞ്ഞിരുന്നിട്ട് നിസ്കാരം അതൊക്കെ നീ വേറെ കാട്ടിയവല്ലോ, ഫിത്ന ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇവിടെ നടക്കൂല, നീ ഇതൊക്കെ അങ്ങ് പൊക്കോളാം ഓടിച്ചു എന്നാ. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി അള്ളാഹുവിലേക്ക് അടുക്ക്, ഇബാദത്തുകൾ ചെയ്യ. നബിതങ്ങൾ പറഞ്ഞല്ലോ, ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുടെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് അഖ്സിറു ദുആ, നീ ആ സമയത്ത് ദുആയിനെ അധികരിപ്പിക്കാൻ. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അതാ ഒരു പ്രശ്നമുണ്ടെങ്കിൽ സുജൂദി കിടന്ന് ചെയ്യണം. ഉത്തരം കിട്ടാനുള്ള ഒരു കാരണം സുജൂദി കിടന്ന് ദുആ ചെയ്യണം. ഞാൻ ഉംറയ്ക്ക് മത്താഫിൽ പോയിട്ട് തവാഫ് കഴിഞ്ഞിട്ട് മഖാമു ഇബ്രാഹിമിന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ വാപ്പ സുജൂദിൽ കിടന്നിട്ട് കരയുന്നുണ്ട്. ആ ഉപ്പ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, എന്റെ മോന്റെ കാരണമാണ് അള്ളാഹ്. ആ പള്ളിയിൽ കഅബാലയിൽ തെറ്റ് കിടന്നിട്ട്, കാരണം എന്താ? സുജൂദിൽ കിടന്നിട്ടുള്ള ദുആ ഇജാബത്തുണ്ടെന്ന് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. നമുക്കും സൂഫികളാകാം. അൽഹംദുലില്ലാ സൂഫിയുടെ വഴിയിലൂടെ ആകണം, അല്ലാതെ മറ്റു രീതിയിലല്ല. എല്ലാവരും താടി വെട്ടുകയും മുടി വളരുകയൊക്കെ ചെയ്യണം, നല്ല രീതിയിൽ നടക്കണം. അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നല്ലത് മനസ്സിലാക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചില ആൾക്കാർക്ക് ഈ മഞ്ഞപ്പിത്തത്തിന് ഇവിടെ എന്താ പറയുക? മഞ്ഞസിയോ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ രോഗമില്ല, അത് പിടിച്ചവൻ എല്ലാം കാണണം മഞ്ഞെന്ന് പറയുന്ന പോലെ. ചില ആൾക്കാർ ഇപ്പൊ സൂഫിസത്തിന്റെ കാലമാണ്, എന്ത് വന്നാലും അവിടെ വിമർശനങ്ങളുടെ കാലമാണ്. അള്ളാഹു നമ്മളെയൊക്കെ യഥാർത്ഥ സൂഫികളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. ആമീൻ പറയങ്ങായിമാരെ. അപ്പൊ അതുകൊണ്ട് നാളെ നബിതങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനായി നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും നിസ്കരിക്കണം, സുജൂദുകൾ അധികരിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന ദിവസവും അവസാനത്തെ വഖത്തും നിസ്കരിച്ചു മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവസാനത്തെ വഖത്തും ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പകല് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, എന്നാൽ ആ പാതിരാത്രി എഴുന്നേറ്റ് 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് 4:30 എഴുന്നേറ്റിട്ട് പടച്ചവനെ ഒരു 2 റക്അത്ത് നിസ്കരിക്കാറ് അത് വല്ലാത്ത ഒരു പുണ്യമാടോ. അള്ളാഹു തന്നെ പറയുകയാ, നബിതങ്ങൾ പറയുകയാ, അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഈ കൈപൊക്കിയ സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആരാണെന്നറിയോ? നിങ്ങളുടെ മഹത്വം എന്തെന്നറിയോ? സഹോദരാ, നീ സാധാരണ ആളല്ല, നീ VIP ആണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പ്രത്യേകത എന്തെന്നറിയോ? അള്ളാഹു ഇഷ്ടപ്പെട്ടവരാട്. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ പറ്റൂ. അള്ളാഹ്
അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയോ? രാത്രിയിൽ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റൂല. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് രാത്രിയിൽ നിസ്കരിക്കാൻ കഴിയോ? വല്ലാത്ത പ്രതിഫലമാണ്. നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകടത്തിലൂതുമ്പോ തോടാറ് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, എല്ലാവരും പേടിച്ച് വിറച്ച് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമല്ല തല താഴ്ത്തി പിടിച്ചുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പേടിച്ച് വിറച്ചവരെ പോലെ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നിബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ, 2 പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ, 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. അവരാരാണെന്നറിയോ? അവരാരാണെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ തല ഉയർത്തിപ്പിടിച്ചുവിടുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗമാരെന്നറിയോ? മോരേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ, സുന്ദരിയായ ഭാര്യയുടെ കൂടെ പുതപ്പിനടിയിൽ അവളുടെ ശരീരത്തിന്റെ തോലിനോട് ചേർന്ന് കിടന്നുറങ്ങുമ്പോ ആ പ്രിയപ്പെട്ടവളെ തെള്ളി മാറ്റിയിട്ട് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിസ്കരിച്ച ഉമ്മമാരേ, വെളുപ്പാങ്കാലത്ത് കിടന്നുറങ്ങാൻ വല്ലാത്ത സുഖമാണ് മോനെ. ആ തണുപ്പുള്ള സമയത്ത് വല്ലാതെ കിടന്നുറങ്ങുന്ന സമയമാണ്. ഏത് പുതപ്പ് പുതയ്ക്കാത്തവരും പുതപ്പെടുത്ത് പുതച്ചിട്ട് കിടക്കുന്ന സമയമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സഹോദരാ, നാളെ തല ഉയർത്തിപ്പിടിച്ച് നാളെ പരലോകത്ത് കൂടെ നിനക്ക് നടന്നു പോകാ. എന്നിട്ട് നബിതങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, തതജാഫാ ജുനൂബുഹും അനിൽ മലാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരെവിടെ? ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരെവിടെ? സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് നിസ്കരിച്ച പെങ്ങള് നാളെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ച് പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ പൊക്കോ, വിചാരണയില്ലാതെ പൊക്കോ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ അവരെ കടത്തിവിടുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യതീം പുഞ്ചിരിക്കുന്ന വീടാട്. ഏത് വീട്ടിലാണോ യതീമായ ഒരു കുഞ്ഞിന്റെ മുഖത്ത് പ്രകാശമുള്ളത്, ആ സന്തോഷത്തോടെ നടക്കുന്ന യതീമുള്ള ഭവനമാണ് ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീട്. എന്നാ നബി തങ്ങൾ പറയുന്നു, ഏറ്റവും ശർറായ ഭവനമേതാ? ഏറ്റവും ശർറായ ഭവനമേതാ? അത് യതീമിന്റെ കണ്ണുനീര് വീഴുന്ന വീടാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അത് നിന്റെ വീടിന്റെ സർവ്വ അനുഗ്രഹങ്ങളും തകർത്ത് കളയുമടോ. ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും ശർറായ വീട് യതീമിന്റെ കണ്ണുനീര് വീഴുന്ന വീടാ. പക്ഷേ എന്തു പറയാനാ, നമുക്കവരുടെ വിലയറിയില്ല, അവരുടെ മഹത്വം എന്താണെന്ന് നമുക്കറിയില്ല. എന്നാ നിങ്ങൾക്ക് ഞാൻ അവരുടെ മഹത്വം പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഅ്തദ് യുദ്ധമുണ്ടല്ലോ, പടച്ചവനെ നബി തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ അതാ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവേ, ഇശാ നമസ്കാരം കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് വരികയാണ്. ആരാ? മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരനായ ജൗഫർ എന്ന് പറയുന്ന സ്വഹാബി വീട്ടിലേക്ക് വരുന്നത് തുള്ളിച്ചാടിയിട്ടാണ് കടന്നു വരുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ജൗഫർ തുള്ളിച്ചാടി വരുന്നത് കാണും
കാണുമ്പോ അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു, ജൗഫറേ, ഇത്ര സന്തോഷമെന്തേ ജൗഫറേ, ഇത്ര സന്തോഷമെന്തേ ജൗഫറേ? ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെണ്ണേ അസ്മാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി അസ്മാ, എന്നെ യുദ്ധത്തിന്റെ നേതാവാക്കിയിരിക്കുകയാണ്. പടച്ചവനെ, അതിന്റെ സന്തോഷത്തിലാണ് ജൗഫർ തുള്ളിച്ചാടി വരുന്നത്. സഹോദരാ, പടച്ചവനെ, യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? പിറ്റേ ദിവസം ജൗഫർ റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി തയ്യാറായി ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് യാത്ര പറയുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനറിയാ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്. ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു സ്വഹാബിയോട് പറഞ്ഞു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. ആ യുദ്ധത്തിന്റെ പ്രത്യേകത മരണം നേരത്തെ പറഞ്ഞടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ മരണം നേരത്തെ പറഞ്ഞ യുദ്ധമാണ്. നീയാണ് യുദ്ധം നയിക്കേണ്ടത്. ഇസ്ലാമിന്റെ കൊടി പിടിക്കേണ്ടത് നീയാണ്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീ പിടിക്കണം. എന്നിട്ട് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ജൗഫറേ, നീ പിടിക്കണം. ജൗഫറേ, നിനക്കെന്തെങ്കിലും സംഭവിച്ച സ്വഹാബാ, നിങ്ങളിൽ ആരെങ്കിലും ആ കൊടി പിടിക്കണേ സഹാബാ. ഈ പറഞ്ഞതിനർത്ഥം ഒന്നാമത് നീ, രണ്ടാമത് നീ, മൂന്നാമത് നീ, നിങ്ങൾ മൂന്ന് പേരും മരിക്കുമെന്ന് നബി തങ്ങൾ പറയാതെ പറയുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനറിയാ തിരിച്ചു വരില്ലെന്ന്. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞ് ചുംബനം കൊടുത്തു പോവുകയാണ്. അതാ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി അവിടെ നിന്ന് വെട്ടുകൊണ്ട് പിടഞ്ഞു വീഴുകയാ. രണ്ടാമത്തെ നേതാവ് കടന്നു ചെന്ന് കുടിപിടിക്കുകയാണ്. ആ രണ്ടാമത്തെ നേതാവും അവിടെ നിന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് ഇസ്ലാമിന്റെ കുടിപിടിക്കുകയാ. അവിടെ നിന്ന് നേതാവായി യുദ്ധത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ജൗഫർ തങ്ങളുടെ കൈവെട്ടി മുറിക്കുകയാണ്. കൊടി താഴെ വീണു, കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ ഇസ്ലാമിന്റെ കൊടി ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോ അവിടത്തെ ഇടത് കൈയും വെട്ടി മുറിക്കുകയാണ്. പടച്ചവനെ, കൊടി താഴെ വീണു. സ്വഹാബത്തൊന്ന് പതറുകയാണ്, സ്വഹാബത്തൊന്ന് പതറുകയാണ്. മൂന്ന് നേതാക്കന്മാർ പിടഞ്ഞു വീഴുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബിയോട് പറഞ്ഞു, താഴെ കിടന്ന കുടിയെടുത്തെന്റെ നെഞ്ചിൽ വെക്കാറ്. നെഞ്ചിലേക്ക് കുടി വെച്ചപ്പോ അറ്റുപോയ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ജൗഫർ റളിയല്ലാഹു തആല പറഞ്ഞു, സ്വഹാബാ, സ്വർഗം വേണ്ടവരെന്റെ കൂടെ വാ. സ്വഹാബാ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് വെറുതെ പറഞ്ഞതല്ല. പടച്ചവനെ, അതാ ഈജിപ്തിലൊക്കെ പോകാറുണ്ടല്ലോ, ഫലസ്തീനിലും ഈജിപ്തിലും കൈറോയിലുമൊക്കെ യാത്ര പോകാറുണ്ടല്ലോ. ആ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്ത് എഴുതി വെച്ചിരിക്കുന്ന ചരിത്രമാ ചെറുപ്പക്കാരാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ഭാഗത്ത് ഈ ചരിത്രം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പോയി വായിക്കണം ചെറുപ്പക്കാരാ. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചീശുന്നു സ്വഹാബാ, വേണ്ടവരെന്റെ കൂടെ വാ സ്വഹാബാ. ശത്രുക്കളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുകയാണ്. ജൗഫർ തങ്ങളെ വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. അവസാനം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് അവിടെ വിജയിക്കുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബഹി നമസ്കാരം കഴിഞ്ഞു മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ എതിരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, എന്റെ ജൗഫർ ഷഹീദായി. സഹാബാ,
എന്റെ ജൗഫർ ഷഹീദായി സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, പടച്ചവരെ എല്ലാവർക്കും വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബത്തെ ജൗഫറിന്റെ വീട്ടിൽ ചെന്ന് പറയണം സഹാബ, ജൗഫറിന്റെ കുടുംബത്തിൽ ചെന്ന് പറയണമല്ലോ. അതുകൊണ്ട് ആരാ പോയി പറയുന്നത്? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയോട്, തന്റെ കുടുംബത്തോട് ജൗഫർ ഷഹീദായെന്ന് ആരാ സ്വഹാബ പോയി പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഒരൊറ്റ സ്വഹാബി പോലും അനങ്ങുന്നില്ല, ഒരാൾ പോലും മിണ്ടുന്നില്ല. നബി തങ്ങൾക്ക് അത്ഭുതമായി. ആരാ സഹാബ ജൗഫറിന്റെ വീട്ടിൽ പോയി പറയുന്നത്? ഒരാളും മിണ്ടുന്നില്ലടോ. എല്ലാവരും ഇങ്ങനെ തലതാഴ്ത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, എന്തു പറ്റി സ്വഹാബ? എന്തു പറ്റി സ്വഹാബ? യാ ധൈര്യമില്ല നബിയേ, പോയി പറയാ ധൈര്യമില്ല നബിയേ. കാരണം ജൗഫറിന്റെ ഭാര്യയായ അസ്മാഇന്റെ പ്രായം 19 വയസ്സാ. 19 വയസ്സാരിയാണ് അസ്മ റളിയല്ലാഹു തആല അൻഹ. അസ്മാഇന്റെ പ്രായം 19 വയസ്സാണ്. മാത്രമല്ലടാ ചെറുപ്പക്കാരാ, 3 ആൺകുട്ടികളാ മോനെ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്. പടച്ചവരെ പടച്ചവനെ നബി തങ്ങൾ പറഞ്ഞു, സഹാബ പറയണമല്ലോ. അതുകൊണ്ട് ഒരുമിച്ച് പോയി പറയാ സഹാബ. അങ്ങനെ നബി തങ്ങൾ സഹാബത്തും ജൗഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതിലെ രംഗമെന്നറിയോ ചെറുപ്പക്കാരാ? ആ വീട്ടിലെ രംഗം എന്താണെന്ന് നിനക്കറിയോ? അതാ മക്കളെ എണ്ണത് കുളിപ്പിച്ചിട്ട് അസ്മാ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. പടച്ചവനെ 2 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് തന്റെ പൊന്നാര നാട്ടിലേക്ക് തന്റെ മക്കളെ കാണാൻ വരുമ്പോ സ്കൂളിൽ വിടാതെ കുളിപ്പിച്ച് ഒരുക്കി മംഗലാപുരം എയർപോർട്ടിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്താറുണ്ടല്ലോ. ഇതുപോലെ യുദ്ധം കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് തന്റെ പൊന്നാര മക്കളെ കാണാൻ അവിടെ നിന്ന് എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചിട്ട് മക്കളെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. അസ്മാ റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് നബി തങ്ങളും സ്വഹാബത്തും കടന്നു വരുന്നത്. മക്കള് പറഞ്ഞു, ഉമ്മാ, അല്ലാഹുവിന്റെ പ്രവാചകരും സ്വഹാബത്തും വാപ്പയും വരുന്നുമ്മാ. ആ വരുന്നവരുടെ കൂട്ടത്തിൽ എന്തായാലും ഞങ്ങളുടെ വാപ്പയുണ്ടാകും. മക്കള് വിളിച്ചു പറഞ്ഞു, നബിയും വാപ്പയും വരുന്നുമ്മാ. പടച്ചവനെ, മക്കളിറങ്ങി ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു. റബ്ബേ, ജൗഫർ തങ്ങളുടെ 3 മക്കളും നബി തങ്ങളുടെ ചാരത്ത് ചെന്നു. അതാ മക്കള് തിരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കുന്ന സ്വഹാബത്തിന്റെ ഇടയില് തങ്ങളുടെ പിതാവിനെ തിരയുകയാണ്. തന്റെ പിതാവായ ജൗഫർ തങ്ങളെ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ജൗഫർ തങ്ങളുടെ മകൻ ചോദിക്കുന്നു, നബിയേ, ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ? ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. നബി തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ആ 3 മക്കളെയും നബി തങ്ങൾ ചേർത്ത് പിടിച്ചടോ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കള് അല്ലാഹുവിന്റെ റസൂല 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളെ നബി തങ്ങൾ അവിടെ നിന്ന് ചേർത്ത് പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, എന്റെ ജൗഫറിന്റെ മക്കൾ
മക്കളെ ചുംബിക്ക് സഹാബ. ആ സ്വഹാബത്ത് നിബിതങ്ങൾ പറയുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളെ കെട്ടിപ്പിടിക്കുകയാ, അവരെ ചുംബിക്കുകയാ, അവരുടെ തലയിൽ കൈവച്ച് തലോടുകയാ. എല്ലാവരും മത്സരിക്കുന്നുടോ. ഒരു യതീമായ 3 മക്കളെ കിട്ടിയപ്പോ എല്ലാവരും സ്നേഹിക്കാൻ മത്സരിക്കുകയാണ്. അതിന്റെ കാരണം അറിയുമോ സഹോദരാ? ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തില്ലേ? ചെയ്തു കൂട്ടിയ പാപം എവിടെ കൊണ്ട് കഴുകുമെന്നറിയാതെ സങ്കടപ്പെടുകയല്ലേ? എന്നാ പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയോ? നിന്റെ പാപം പൊറുക്കണോ മോനെ? വാപ്പാ, ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാറുള്ള എളുപ്പ വഴി എന്തെന്നറിയോ? വിസയെടുത്തു മക്കത്ത് ചെന്നിട്ട് ഹജറുൽ അസ്വദ് മുത്തിയ പാപം പൊറുക്കുമല്ലോ. എന്നാ ഒരു പൈസയും മുടക്കാതെ നിന്റെ പാപം പൊറുക്കാറുള്ള വഴി എന്തെന്നറിയോ? യതീമായ മക്കളെ കണ്ട അവരുടെ തലയിൽ കൈവച്ച് തടകടേ. യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തടകണേ. എത്ര രോമം കൊള്ളുന്നുണ്ടോ, നിന്റെ കയ്യിൽ എത്ര രോമം തൊടുന്നുണ്ടോ, അത്രയും പാപം അല്ലാഹു പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളെ തലോടുകയാ, ചുംബിക്കുകയാ, കെട്ടിപ്പിടിക്കുകയാ, സ്നേഹിക്കുകയാ. കാരണം യതീമിന്റെ വില അവർക്കറിയാ, യതീമിന്റെ മഹത്വം നമുക്കറിയാ. നമുക്കറിയില്ലടോ, സ്വന്തം കുടുംബത്തിൽ യതീമുണ്ടായിട്ട് തിരിഞ്ഞു നോക്കുന്നില്ലടോ. അവന്റെ തലയിൽ കൈവക്ക്, നാട്ടുകാരെ കാണാനല്ല, ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാനല്ല. പടച്ചവനെ, നീ വലിയ കാരുണ്യ പ്രവർത്തകനാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനല്ല. അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തടകിയാ. എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരികയാ. പടച്ചവനെ, അസ്മാ എന്ന് പറയുന്ന 19 വയസ്സുകാരിക്ക് കാര്യം മനസ്സിലാവുകയാണ്. ആ വീടിന്റെ അകത്തിരിക്കുന്ന അസ്മായിനോട് അവിടെ നിന്ന് പറഞ്ഞു, അസ്മാ, ജൗഫർ ഷഹീദായി, അസ്മാ, ജൗഫർ ഷഹീദായി, അസ്മാ. എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുകയാണ്. നിലവിളിയാണോ, നെഞ്ചത്തടിയാണോ, പൊട്ടിക്കരച്ചലാടോ, എന്താണ് ആ വീടിന്റെ അകത്ത് നടക്കുന്നത്? ആ 19 വയസ്സുകാരിയുടെ പ്രതികരണം അറിയാൻ എല്ലാവരും വീടിന്റെ പുറത്തു നിൽക്കുമ്പോ തന്റെ ഭർത്താവും മരിച്ചെന്ന് പറഞ്ഞപ്പോ അസ്മാ എന്ന് പറയുന്ന ഭാര്യ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്മാ, നിനക്കെന്താണ് അറിയേണ്ടത്? നിനക്കെന്താണ് അറിയേണ്ടത്? മുത്തി നബിയേ, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ നബിയേ? എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. എന്തേ അസ്മാ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? എന്തേ അസ്മാ? അസ്മാഉ പറയുകയാണ്, രണ്ടുപേരും കൂടെ കിടപ്പറയിൽ കിടക്കുമ്പോ അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിലാണ് ജൗഫർ തങ്ങൾ കിടക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അസ്മാ, എനിക്കൊരാഗ്രഹമുണ്ട് അസ്മാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. അസ്മാ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, എന്താണ് ജൗഫർ? ഏ പെണ്ണേ അസ്മാ, എനിക്ക് നോമ്പുകാരനായി മരിക്കണം അസ്മാ, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം അസ്മാ.
എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പോയിട്ട് ആ നോമ്പ് മുറിക്കണം അസ്മാ. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. അസ്മാഇനോട് പറഞ്ഞു ദുആ ചെയ്യാൻ. അസ്മാ ദുആ ചെയ്തടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനോട് അസ്മാ പറയുമ്പോ നബി തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, രണാങ്കണത്തിൽ ശരീരം മുഴുവനും വെട്ടി നുറുക്കി കൈകാലുകളില്ലാതെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടന്നപ്പോ ഒരു സ്വഹാബി വെള്ളവുമായിട്ട് ഓടുകയാ. മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ജൗഫർ തങ്ങളുടെ ചാരത്തേക്ക് വെള്ളവുമായിട്ട് ചെന്നിട്ട് തന്റെ വായിലേ കുഴിക്കാൻ പോകുമ്പോ ജൗഫർ തങ്ങളെ തലതിരിക്കുകയാ. സ്വഹാബാ, എനിക്കും നോമ്പാ സഹാബാ, എനിക്കും നോമ്പാ. എനിക്ക് റബ്ബേ, ഞാൻ എത്ര കടന്ന് പിടഞ്ഞാലും നിങ്ങൾ എനിക്ക് വെള്ളം തരരുത്. എനിക്കും നോമ്പുകാരനായിട്ട് മരിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് മുറിക്കാനുള്ള നോമ്പാണ്. എന്റെ പാവപ്പെട്ട ഭാര്യയുടെ ദുആയാ, എന്റെ അസ്മാഇന്റെ ദുആയാ. എന്റെ പ്രിയതമ കരഞ്ഞ് ദുആ ചെയ്തിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വെള്ളം തരല്ലേ. എനിക്ക് ഇവിടെ കിടന്ന് നോമ്പുകാരനായി മരിക്കണം. എന്നിട്ട് എന്റെ റബ്ബിന്റെ മുമ്പിൽ ചെന്നിട്ട് വേണം എനിക്ക് ഈ നോമ്പ് മുറിക്കാൻ. മഹാനായ ജൗഫർ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്മാ റഅയ്തു ജഅഫറ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, ജയദാ റഅയ്തു ജഅഫറ യതീറു മഅൽ മലായിക. നിന്റെ ഭർത്താവ് മലക്കുകളുടെ കൂടെ പറവകളെ പോലെ പറന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു. അസ്മാ, എന്റെ പ്രിയപ്പെട്ടവര്, ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട രണ്ട് കാര്യം എന്തെന്നറിയോ? ഒന്ന്, യതീമിനെ സ്നേഹിച്ചോ. യതീമിന്റെ തലയിൽ കൈവച്ച് തടകിക്കോ. അത് നിന്റെ പാപം പൊറുക്കാനുള്ള വഴിയാണ്. അത് നിന്റെ പാപം പൊറുക്കാനുള്ള വഴിയാണ്. അവരെ സ്നേഹിക്കുന്നതിലൂടെ നിനക്ക് നബി തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരാകാ. ഈ ചരിത്രം പറയുന്ന മൂന്നാമത്തെ പാഠബന്ധമെന്നറിയോ? നോമ്പിനെ സ്നേഹിക്കടോ, നോമ്പിനെ സ്നേഹിക്കടോ. നബി തങ്ങൾ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ശഅബാൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല ആർക പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ശഅബാൻ. മുത്തുനബിയുടെ മാസമാണ് ശഅബാൻ. സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ. ജനങ്ങൾ വിസ്മരിച്ചു പോകുന്ന മാസമാണ് ശഅബാൻ. പെട്ടെന്ന് തീർന്നു പോകുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് പടച്ചവനെ, ആ ശഅബാൻ മാസത്തിലാണ് നമുക്ക് നമ്മളുള്ളത്. ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കാമല്ലോ. പടച്ചവനെ, അധികമായിട്ട് സ്വലാത്ത് പറയാമല്ലോ. ബറാഅത്തിന്റെ രാവ് കടന്നു വരികയാണ്. പടച്ചവനെ, അമലുകൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പാകുന്ന ആ പുണ്യമായ ദിനം കടന്നു വരികയാണ്. അതുകൊണ്ട് സഹോദരാ, റമളാൻ വരുന്നതിന് മുമ്പേ നോമ്പുകൾ പിടിച്ച് നിന്റെ ശരീരത്തെ റെഡിയാക്ക്, മനസ്സുകളെ നന്നാക്ക്, നന്മകൾ അധികമായിട്ട് ചെയ്യ്, നന്മകൾ അധികമായി ചെയ്ത് റബ്ബിലേക്ക് മടങ്ങ്. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സും ശരീരവും നീ ശുദ്ധമാക്കണേ അല്ലാ. യതീമീങ്ങളെ സ്നേഹിക്കാൻ, യതീമീങ്ങളെ ആദരിക്കാൻ, യതീമായ മക്കളെ സഹായിക്കാൻ ഞങ്ങൾക്ക് മനസ്സു നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിലെ യതീമായ മക്കളുടെ വാപ്പമാരുടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ.